നമ്മുടെ ഈ ചാനലിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു ഫീൽഡിനോട് ഒരു റെസ്പെക്റ്റും അതുപോലെ തന്നെ ഒരു വാല്യൂം തോന്നിയ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ റിയൽ ലൈഫിൽ എനിക്ക് അടുത്തുണ്ടായി. സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടും അവളുടെ വേറെ 2-3 ഫ്രണ്ട്സും കൂടി ഒരു ചെറിയ ട്രിപ്പ് പോയി. അപ്പോൾ അവരിലൊരാളെ കാറ് വന്നിടിച്ചു, തെറിപ്പിച്ചു, ആക്സിഡൻ്റ് ആയി. എന്ത് ചെയ്യണമെന്നറിയാതെ അവരിങ്ങനെ ഷോക്കായിട്ട് നിന്നുപോയി. ആ ഒരു തരം മരവിപ്പ് എല്ലാവരെയും പോലെ. ആ സമയത്ത് ആരൊക്കെയോ ചേർന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു, കൂടി ഇവരും ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ ശരിക്കും പ്രശ്നങ്ങൾ തുടങ്ങി. അതായത് ഈ ആക്സിഡന്റിന്റെ ഷോക്കിൽ സ്വന്തം പേര് പോലെ അവർ മറന്നുപോയി. അവർക്ക് ആർക്ക് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പറയാനോ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. പിന്നെ കയ്യിൽ അറിയാലോ ക്യാഷും കുറവാണ്. എന്നാൽ അവിടെയുള്ള ശരിക്കുള്ള ടെസ്റ്റ് ഉണ്ടായത് എന്താന്ന് വെച്ചാൽ, ആ സമയത്ത് വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ചേട്ടൻ വന്നിട്ട് അവരെല്ലാ കാര്യത്തിനും സഹായിച്ചു. അതായത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, പേഷ്യൻറ്റിന് ബ്ലഡ് വേണ്ടി വന്നപ്പോൾ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. മാത്രമല്ല അവർ ഇമോഷണലി സപ്പോർട്ടും ചെയ്തു. എന്നാൽ അന്നേരം ഒന്നും ചിന്തിക്കാതിരുന്ന ഒരു കാര്യം അവർ പിന്നെയാണ് ചിന്തിക്കുന്നത്. ആരാണ് ആ ചേട്ടൻ, എന്തിനാണ് ഒരു പരിചയമില്ലാത്ത അവരിങ്ങനെ ഹെൽപ്പ് ചെയ്തത്? ഇതെല്ലാം കഴിഞ്ഞ് അവരാളെ പിന്നെയും കണ്ടു. അവരെ പോലെ തന്നെ ഹോസ്പിറ്റലിൽ വന്ന് എല്ലാ തരത്തിലും വിഷമിച്ച് നിൽക്കുന്നവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെയാണ് അവരറിയുന്നത് അത് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. എന്താല്ലേ, ജോലിയാണേലും എത്ര പേർക്കാണ് അവരെ നിസ്വാർത്ഥമായിട്ട് സഹായിക്കാൻ കഴിയുന്നത്? നിങ്ങൾക്ക് ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഈ സെയിം പെട്ടുപോയെന്ന് തോന്നിയ നേരത്ത് ദൈവതുല്യരായ ആരെങ്കിലും നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ? കമന്റ് ചെയ്യൂ.